ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 3x+5 ഡിവൈഡഡ് ബൈ x³ മൈനസ് x² മൈനസ് x+1. ഇത് നമുക്ക് നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? നമുക്ക് ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ചെയ്യാൻ പറ്റും. ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോമിലാക്കിയാൽ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി നമുക്ക് ട്രൈ ചെയ്യാം. പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ ഏറ്റവും ആദ്യത്തെ കണ്ടീഷൻ ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോം ആയിരിക്കണം. നമുക്ക് ഡിനോമിനേറ്റർ ആദ്യം ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. x³ മൈനസ് x² മൈനസ് x+1 ആണ്. നമുക്ക് ആദ്യത്തെ രണ്ട് ടേം നോക്കിയേ. ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് x² കോമൺ ആയിട്ട് എടുക്കാമല്ലോ. ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് x² പുറത്തോട്ട് എടുത്താൽ x² ഇൻറ്റു x മൈനസ് 1 വരും. ശരിയല്ലെന്ന് നോക്കാം. x² ഇൻറ്റു x³ x² ഇൻറ്റു -1 മൈനസ് x². പിന്നെ മൈനസ് x+1 ആണ് വന്നിരിക്കുന്നത് അല്ലേ? മൈനസ് x+1 നിന്ന് ഞാനൊരു മൈനസ് പുറത്തോട്ട് എടുക്കട്ടെ. എന്തിനാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവും. മൈനസ് x+1 നിന്ന് മൈനസ് പുറത്തോട്ട് എടുത്താൽ x -1 ആയിരിക്കും കിട്ടുക. ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാവും. മൈനസ് എക്സ് കറക്റ്റാണ്. മൈനസ് ഓഫ് -1 +1 കറക്റ്റാണ്. അപ്പോൾ അവസാനത്തെ രണ്ട് ടേമിൽ നിന്നും മൈനസ് പുറത്തോട്ട് എടുത്തതാണ്. ഇവിടെയും x -1 ഇവിടെയും x -1. ഈ അവസാനം വന്ന x -1 വേണമെങ്കിൽ x -1 ഇൻറ്റു 1 എഴുതാം. നിർബന്ധമില്ല, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി എഴുതിയതാണ്. x -1 x -1 ഇൻറ്റു 1 എഴുതാമല്ലോ. ഈ രണ്ട് ടേമിലും x -1 കോമൺ ഫാക്ടറാണ് ഇത് രണ്ടിലും. അപ്പോൾ രണ്ടിൽ നിന്നും x -1 കോമൺ ആയിട്ട് എടുക്കാം. ഇവിടുന്ന് x -1 പോയി കഴിഞ്ഞാൽ x² ബാക്കി വരും. പിന്നെ മൈനസ് ആണ്. ഇവിടുന്ന് x -1 പോയി കഴിഞ്ഞാൽ ബാക്കി 1 ആണ്. ഫാക്ടറൈസ് ചെയ്ത് കൊണ്ടുവരാം. x² മൈനസ് 1 നമുക്ക് x+1 ഇൻറ്റു x -1 എഴുതാമല്ലോ. a² മൈനസ് b² x² മൈനസ് 1² x+1 ഇൻറ്റു x -1. അപ്പോൾ ആദ്യത്തെ x -1 വന്നു. x² -1 x+1 ഇൻറ്റു x -1 എഴുതി. ഒരു സ്റ്റെപ്പും കൂടി. x -1 ഇൻറ്റു x -1 നമുക്ക് x -1 ഹോൾ സ്ക്വയർ എന്നാക്കാമല്ലോ. ശരിയല്ലേ? x -1 ഇൻറ്റു x -1 x -1 ഹോൾ സ്ക്വയർ എന്നാക്കാം. x -1 ഹോൾ സ്ക്വയർ ഇൻറ്റു x+1 വരുന്നുണ്ട്. ഇങ്ങനെ വന്നു. സോ നമ്മളുടെ ഫങ്ഷൻ ഒന്നുകൂടി എഴുതാണ്. 3x+5 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്ത് എങ്ങനെയാക്കി? x -1 ഹോൾ സ്ക്വയർ ഇൻറ്റു x+1 ആക്കി. അപ്പോൾ ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ഫോം ആയിട്ടുണ്ട്. x -1 ഹോൾ സ്ക്വയർ ഇൻറ്റു x+1 എഴുതി. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാം. പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ടൈപ്പ് 4 ബൈ ഹാർട്ട് ആക്കിയിട്ടുണ്ടല്ലോ. ടൈപ്പ് 4 x -1 ഹോൾ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഫ്രാക്ഷൻസ് ഉണ്ട്. ഓർമ്മയുണ്ടല്ലോ? a/x -1 പ്ലസ് b/x -1 ഹോൾ സ്ക്വയർ. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതാണ്. x -1 ഹോൾ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് പേരുണ്ട്. a/x -1 പ്ലസ് b/x -1 ഹോൾ സ്ക്വയറും പിന്നെ ഒരു എക്സ്ട്രാ ഒരു x+1 കൂടി ഉണ്ട്. അതിനുവേണ്ടി തേർഡ് വൺ c/x+1 വരും. x+1 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പാർഷ്യൽ ഫ്രാക്ഷൻ c/x+1 ആണ്. a, b, c ഈ മൂന്ന് പേരെയും വാല്യൂസ് കാണാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. റൈറ്റ് സൈഡിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന ന്യൂമറേറ്ററും ലെഫ്റ്റ് സൈഡിൽ ന്യൂമറേറ്ററും ഇക്വേറ്റ് ചെയ്യണം. റൈറ്റ് സൈഡ് ആഡ് ചെയ്യണമെങ്കിൽ മറക്കരുത്, ഇത് LCM എടുത്തിട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ, മറക്കരുത്. ഓക്കെ, LCM എന്ന് പറഞ്ഞാൽ കോമൺ മൾട്ടിപ്പിൾ. x -1 x -1 ഹോൾ സ്ക്വയർ
അത് രണ്ടിൻ്റെയും LCM എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. പിന്നെ ഇവിടെ ഒരു എക്സ് പ്ലസ് 1 കൂടി ഉണ്ട്. ഇതാണ് എഴുതേണ്ടത്. ന്യൂമറേറ്റർ നോക്കാം. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണല്ലോ ഇതുപോലത്തെ. താഴെ എക്സ് മൈനസ് 1 ആണ്. എക്സ് മൈനസ് 1ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇത് കിട്ടുന്നത്? ഈ കാണുന്നത് എക്സ് മൈനസ് 1ൻ്റെ കൂടെ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുക. കാരണം എക്സ് മൈനസ് 1 സ്ക്വയർ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ എക്സ് മൈനസ് 1ൻ്റെ കൂടെ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്യണം ഇത് കിട്ടാൻ. അപ്പോൾ അതുകൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്തുകൊണ്ടാണ്? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1. ഇനി അടുത്തത് ബി ആണ്. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം ഇത് കിട്ടാൻ? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിൻ്റെ കൂടെ ഒരു എക്സ് പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് വരും. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റു എക്സ് പ്ലസ് 1 വരണം. അപ്പോൾ ആ ഇൻറ്റു എക്സ് പ്ലസ് 1 ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ഇവിടെ എക്സ് പ്ലസ് 1ൻ്റെ കൂടെ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താലേ ഇത് കിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യണം. ഹെൻസ് സി ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ റൈറ്റ് സൈഡ് ആഡ് ചെയ്താൽ കിട്ടുന്ന ടേമാണിത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യുക. ഡിനോമിനേറ്റർ നോക്കണ്ട, അത് സെയിം ആണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ന്യൂമറേറ്റർ എന്തായിരുന്നു? എ ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് സി ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇതാണ് റൈറ്റ് സൈഡിൽ ആഡ് ചെയ്തിട്ട് കിട്ടിയ ന്യൂമറേറ്റർ. അത് ലെഫ്റ്റ് സൈഡിൽ ന്യൂമറേറ്ററിനോട് ഈക്വൽ ആണ്. അതായത് 3x പ്ലസ് 5 ആണ്. ഇനി നമുക്ക് എ ബി സി 3 പേരെയും വാല്യൂ കാണാം. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിനുവേണ്ടി എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ഇവിടെ നോക്കിയേ, എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞൊരു ടേം കാണുന്നുണ്ടോ? എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടല്ലോ. ഇതിനെ 0 ആക്കാൻ വേണ്ടി എക്സിന് 1 കൊടുക്കാമല്ലോ. അപ്പം ഞാൻ ആദ്യം എക്സിന് 1 കൊടുക്കാൻ പോവാണ്. എക്സ് കാണുന്നിടത്തെല്ലാം 1. അപ്പോൾ ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 1 0 ആയിപ്പോയി. ഇവിടെ എക്സിന് 1 കൊടുത്താൽ 1 പ്ലസ് 1 ഇൻറ്റു ബി ആവും. ബി ഇൻറ്റു 2 അല്ലേ? ബി ഇൻറ്റു 2. ഇവിടെ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 1 0 ആയി പോവും. റൈറ്റ് സൈഡിൽ എക്സിന് 1 കൊടുക്കണം. അപ്പോൾ 3 പ്ലസ് 5 8. അപ്പോൾ 2b ഈക്വൽ ടു 8, b ഈക്വൽ ടു 8/2 4. ബി കിട്ടി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എക്സിന് 1 കൊടുത്തു. ഇതിനെ 0 ആക്കാൻ വേണ്ടിയാണ്. ഇനി അടുത്ത ആൾ എക്സ് പ്ലസ് 1 ആണല്ലേ. എക്സ് പ്ലസ് 1നെ 0 ആക്കണമെങ്കിൽ എക്സിന് മൈനസ് 1 കൊടുക്കണം. മൈനസ് 1 പ്ലസ് 1 0 ആവുമല്ലോ. അപ്പം ഞാൻ എക്സിന് മൈനസ് 1 കൊടുക്കുകയാണ്. എക്സിന് മൈനസ് 1 കൊടുക്കുമ്പോൾ മൈനസ് 1 പ്ലസ് 1 0. ഇവിടെയും എക്സിന് മൈനസ് 1 കൊടുത്താൽ മൈനസ് 1 പ്ലസ് 1 0. ഇവിടെ എക്സിന് മൈനസ് 1 കൊടുത്താൽ എന്ത് വരും? സി ഇൻറ്റു മൈനസ് 1 മൈനസ് 1 അല്ലേ? എക്സിന് മൈനസ് 1 കൊടുത്താൽ മൈനസ് 1 മൈനസ് 1 മൈനസ് 2 സ്ക്വയർ ഉണ്ടല്ലോ. റൈറ്റ് സൈഡിൽ മൈനസ് 1 കൊടുത്താൽ എല്ലാ സ്റ്റെപ്പ് എഴുതുന്നില്ല. എക്സിന് മൈനസ് 1 കൊടുത്താൽ മൈനസ് 3 പ്ലസ് 5 മൈനസ് 3 പ്ലസ് 5 2 ആണ്. 4c ഈക്വൽ ടു എല്ലാ സ്റ്റെപ്പും എഴുതുന്നില്ല. 4c ഈക്വൽ ടു അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ c ഈക്വൽ 1/2. നിങ്ങൾ വേണമെങ്കിൽ ആ സ്റ്റെപ്പ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞ ടേമിനെ 0 ആക്കാൻ വേണ്ടി എക്സിന് 1 കൊടുത്തു. എക്സ് പ്ലസ് 1നെ 0 ആക്കാൻ വേണ്ടി എക്സിന് മൈനസ് 1 കൊടുത്തു. ഇനി വേറെ പുതിയ ടേം വല്ലതുണ്ടോ? ഇല്ല. എക്സ് പ്ലസ് 1ൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. എക്സ് മൈനസ് 1ൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. ഇനി 0 ആക്കാൻ പറ്റിയ ടേം ഇല്ല.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഇക്വേറ്റ് ചെയ്യണം. ഈ ടൈപ്പ് 4ൻ്റെ എല്ലാ പ്രോബ്ലം ഇങ്ങനെയാണ്, ഒരു ഡീവിയേഷനും ഇല്ല. ഓക്കെ, കേട്ടല്ലോ, ഒരു ഡീവിയേഷനും ഇല്ല. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് കാണുന്നത്. ഇത് ഓപ്പൺ ചെയ്തെന്ന് വിചാരിക്കുക, അതിന് സ്റ്റെപ്പ് എഴുതണ്ട, ഓപ്പൺ ചെയ്തെന്ന് വിചാരിക്കുക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ വരുമല്ലോ, ഇല്ലേ? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേം വരും ഇവിടെ. എ ഉള്ളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ എ എക്സ് സ്ക്വയർ വരും, എ എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എ കിട്ടി. ഇവിടെ ബി ഇൻറ്റു എക്സ് പ്ലസ് 1 ഓപ്പൺ ചെയ്താൽ എക്സ് സ്ക്വയർ വരുന്നില്ല, അപ്പോൾ അത് വേണ്ട. ഇവിടെ സി എക്സ് സ്ക്വയർ വരില്ലെന്ന് നോക്കിയേ, സി എക്സ് സ്ക്വയർ. കാരണം ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ എന്തായാലും വരും. സി ഉള്ളിലോട്ട് എടുക്കുമ്പോൾ സി എക്സ് സ്ക്വയറും വരും. സി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ സി ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. ഇത് ഓർത്ത് വെച്ചാൽ വളരെ നല്ലതാണ്. ലെഫ്റ്റ് സൈഡിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എ പ്ലസ് സി ആണ്, എപ്പോഴും അങ്ങനെയാണ്. റൈറ്റ് സൈഡിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ടേം ഇല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ 0. 2x സ്ക്വയർ ആയിരുന്നെങ്കിൽ 2, 5x സ്ക്വയർ ആയിരുന്നെങ്കിൽ 5. ഇവിടെ എക്സ് സ്ക്വയർ ഇല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ 0. അപ്പോൾ ഇതിൽ നിന്ന് എ ഈക്വൽ മൈനസ് സി എന്ന് കിട്ടും നമുക്ക്, ഇല്ലേ? നോക്കിയേ, എ ഈക്വൽ മൈനസ് സി, സി ഹാഫ് ആണെന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. എ ഈക്വൽ മൈനസ് സി അഥവാ മൈനസ് ഹാഫ്. അങ്ങനെ നമുക്ക് ആ 3 കോൺസ്റ്റൻസും കിട്ടി, എ ബി സി. സോ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആൾ ആരാണ്? ഇൻ്റഗ്രൽ 3x + 5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 1 ഡി എക്സ്. ഇതിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇതിനെ നമ്മളിപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി മാറ്റിയിരിക്കുക. 3x + 5 ഈ എക്സ്പ്രഷൻ എങ്ങനെ എഴുതിയതാ? എ ബൈ എക്സ് മൈനസ് 1. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഹാഫ് ആയതുകൊണ്ട് -1/2 ബൈ എക്സ് മൈനസ് 1 പ്ലസ് ബി ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്, അപ്പോൾ 4 ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ എക്സ് പ്ലസ് 1. സി എന്ന് പറഞ്ഞാൽ 1/2 ആണ്, അപ്പോൾ സി ബൈ എക്സ് പ്ലസ് 1 വിൽ ബി 1/2 ബൈ എക്സ് പ്ലസ് 1 ഡി എക്സ്. ഓരോന്നിനും ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ നമുക്ക്. പ്ലസ് വരുമ്പോൾ നമുക്ക് ഓരോ ടേമിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ -1/2 പുറത്തോട്ട് എടുക്കാം. 1/x മൈനസ് 1 ആണ് ബാക്കി. 1/x മൈനസ് 1 ഇൻ്റഗ്രൽ log x മൈനസ് 1 പ്ലസ് ഇവിടെ ഈ 4 കോൺസ്റ്റൻ്റ് അല്ലേ, 4 പുറത്തോട്ട് എടുക്കാം. ഇൻ്റഗ്രൽ 1/x മൈനസ് 1 ഹോൾ സ്ക്വയർ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. 4 പുറത്തോട്ട് എടുത്തു, പിന്നെ ഇൻ്റഗ്രൽ ഓഫ് 1/x മൈനസ് 1 ഹോൾ സ്ക്വയർ. 1/x മൈനസ് 1 ഹോൾ സ്ക്വയറിനെ നമുക്ക് എക്സ് മൈനസ് 1 റേസ് ടു -2 എന്ന് എഴുതാമല്ലോ, അല്ലേ? ശരിയല്ലേ? 1/x മൈനസ് 1 ഹോൾ സ്ക്വയർ എക്സ് മൈനസ് 1 റേസ് ടു -2 ആണ്. പ്ലസ് ഇവിടെ 1/2 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തോട്ട് എടുക്കുക. പിന്നെ 1/x + 1 ഇൻ്റഗ്രൽ 1/x + 1 log x + 1 ആണ്, പ്ലസ് സി വരും. സോ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. നിർബന്ധമുള്ള സ്റ്റെപ്പല്ല, ഞാൻ പറഞ്ഞുതരാം. എന്നാലും ചെറുതായിട്ട് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം 1/2 ഇൻറ്റു ലോഗ്, സെക്കൻഡ് ടേം -1/2 ഇൻറ്റു ലോഗ്. ഈ എഴുതുന്ന സ്റ്റെപ്പ് നിർബന്ധമുള്ള സ്റ്റെപ്പല്ല. ഓക്കെ, ഫസ്റ്റ് ടേമിലും തേർഡ് ടേമിലും ഒരു 1/2 കോമൺ അല്ലേ? നമുക്ക് ഓർഡർ മാറ്റിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്നും തേർഡ് ടേമിൽ നിന്നും കൂടി 1/2 കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്തു. പിന്നെ ഞാനൊന്ന് ഓർഡർ മാറ്റിക്കോട്ടെ. ഇത് രണ്ടിൽ നിന്ന് 1/2 പോയാൽ
ഇവിടെ ഒരു ലോഗ് എക്സ് പ്ലസ് 1 ഉണ്ട്. മോഡുലസ് ലാസ്റ്റ് ഇട്ടാലും സാരില്ല. പിന്നെ മൈനസ് സൈൻ ഉണ്ട് ഇവിടെ. ഇവിടെ ലോഗ് എക്സ് മൈനസ് 1 ഉണ്ട്. അപ്പോൾ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? ഫസ്റ്റ് ടേമും തേർഡ് ടേമിലും 1/2 കോമൺ ആണ്. ഫസ്റ്റും തേർഡിൽ നിന്ന് 1/2 കോമൺ ആയിട്ട് എടുത്തു. എന്നിട്ട് ഇവിടുന്ന് 1/2 പോയാൽ ലോഗ് എക്സ് പ്ലസ് 1 വന്നു. മൈനസ് ഇവിടുന്ന് 1/2 പോയാൽ ലോഗ് എക്സ് മൈനസ് 1 വന്നു. പ്ലസ് 4 ഇൻറ്റു ഇത് എക്സ് റൈസ് ടു എൻ മോഡലുള്ള ഫംഗ്ഷൻ അല്ലേ? എക്സ് റൈസ് ടു എൻ ആണിത്. എക്സിന് പകരം എക്സ് മൈനസ് 1. അപ്പോൾ എക്സ് റൈസ് ടു എൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എഴുതുക? എക്സ് മൈനസ് 1 റൈസ് ടു -2 + 1 ബൈ -2 + 1 പ്ലസ് സി. എക്സ് റൈസ് ടു n + 1 ബൈ n + 1. ഇത് അടുത്ത സ്റ്റെപ്പിൽ 1/2 ഇൻറ്റു ഇതിനെ വേണമെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. ലോഗ് എ മൈനസ് ലോഗ് ബി അല്ലത് പഠിച്ചിട്ടില്ലേ? ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടീസിൽ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണ്. ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1 എഴുതാൻ പറ്റും. ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി. പിന്നെ ഓക്കെ പ്ലസ് 4 ഇൻറ്റു ഇവിടെ എക്സ് മൈനസ് 1 റേസ് ടു -1 ഉണ്ട്. താഴെ -1 ഉണ്ട്. പ്ലസ് സി അല്ലേ? ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. അപ്പോൾ ഫൈനൽ ആൻസറായി 1/2 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1 4 ബൈ -1. അത് -4 ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ എക്സ് മൈനസ് 1 റേസ് ടു -1 അല്ലേ? എക്സ് മൈനസ് 1 റേസ് ടു -1 1 ബൈ എക്സ് മൈനസ് 1 ആണ്. എക്സ് റേസ് ടു -1 അല്ലേ? എക്സ് മൈനസ് 1 റേസ് ടു -1 1 ബൈ എക്സ് മൈനസ് 1 പ്ലസ് സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ.